ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് OPPO K1 എന്ന ഫോണിനെ കുറിച്ചാണ്. ഓൾറെഡി ആ ഫോണിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ്. അന്നേ നമ്മൾ പറഞ്ഞത് ഈ ഫോൺ 18,000 രൂപയ്ക്ക് താഴെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണായിരിക്കും. ഫോൺ 16,990 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനതൊരു വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഈ ഫോൺ എങ്ങനെയാണ് ശരിക്കും വാല്യൂ ഫോർ മണി തന്നെയാണോ? ഇതിന് റാം ഒക്കെ കുറവല്ലേ, മറ്റുള്ള ഫോണുകളിൽ റാം ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ റാം കിട്ടുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതാണ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫോൺ വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണായി മാറുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ന്യൂനതകൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വീഡിയോ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനുള്ള 6.45 ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിനകത്തുള്ളത്. അതും AMOLED ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ കുറവാണ്. അതിന്റെ ഒപ്പം തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ റേഞ്ചിൽ ഇല്ല. ഇതിന്റെ ഒപ്പം തന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഈ ഫോണിന് വരുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേരുക. അതിന്റെ ഒപ്പം വാട്ടർ ഡ്രോപ്പ് സ്ക്രീൻ, 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ, നല്ല സ്റ്റൈലിഷ് ആയ ഗ്രേഡിയന്റ് ഡിസൈൻ, നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകൾ, 25 മെഗാ പിക്സലിന്റെ ക്യാമറ സെൽഫിക്ക് കിട്ടുന്നുണ്ട്. റിയർ സൈഡിൽ 16+ 2 മെഗാ പിക്സൽ ഡുവൽ റിയർ ക്യാമറ കിട്ടുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 660ന്റെ മികച്ച പെർഫോമൻസ്. ഇതിന്റെ എല്ലാം കൂടെയാണ് 4GB റാം എന്ന് പറയുന്ന സഫീഷ്യന്റ് ആയ റാമും 64GB ഇന്റേണൽ സ്റ്റോറേജ് പ്ലസ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും വരുന്നത്. അതിന്റെ ഒപ്പം 3600 mAh ബാറ്ററി എന്ന് പറയുന്ന നല്ല തിരക്കില്ലാത്തൊരു ബാറ്ററി ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ല സെറ്റപ്പിലാണ് ഈ ഫോൺ. പ്രധാനപ്പെട്ട ചോദ്യം വന്നതാണ് 4GB റാം മതിയോ? അത് 14,000 രൂപയ്ക്ക് കിട്ടില്ല. 4GB റാം നമുക്ക് കിട്ടും, 14,000 രൂപയ്ക്ക് കിട്ടും. പക്ഷെ അവിടെ AMOLED സ്ക്രീനും അതേപോലെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും അതിൻ്റെ ഒപ്പം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതെല്ലാം നമുക്ക് അവിടെ കിട്ടില്ല. അവിടെ ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ അതിനൊപ്പം മറ്റുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. ഇത്രയും നല്ലൊരു ക്യാമറ പെർഫോമൻസ് ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നില്ല. 25 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഫോണത്തായി ഗൊറില്ല ഗ്ലാസ് 5 അല്ലെങ്കിൽ ഇതുപോലെയുള്ള AMOLED സ്ക്രീനോ നമുക്ക് ചിലപ്പോൾ അവിടെ കിട്ടുന്ന വരില്ല. അപ്പോൾ അവിടെ ഒരെണ്ണം കിട്ടുമ്പോൾ മറ്റൊരെണ്ണം കിട്ടാത്തൊരവസ്ഥ പൊതുവെ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഹൈലൈറ്റും AMOLED സ്ക്രീനും ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഇത് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതിൻ്റെ ഒപ്പം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ സെറ്റപ്പ്, അതിൻ്റെ ഒപ്പം സ്നാപ്ഡ്രാഗൺ 660 നല്ല പെർഫോമൻസും പ്ലസ് ആണ് 4GB റാം. 4GB റാം സഫീഷ്യൻ്റ് ആണ്. അത് പോരായ്മയായിട്ട് നമുക്ക് ഒരിക്കലും തോന്നേണ്ട കാര്യമില്ല. സാധാരണഗതിയിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഗെയിമുകളും 4GB റാമിൽ സുഖമായിട്ട് വർക്ക് ചെയ്യും. റാം കൂടുതലുള്ളത് നല്ലത് തന്നെയാണ്. കൂടുതൽ റാം ആണെങ്കിൽ കുറച്ച് കൂടുതൽ ആപ്ലിക്കേഷനുകൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. റാം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മറിച്ച് ചിന്തിക്കാം. അതല്ല, ഈ റാം സഫീഷ്യൻ്റ് ആണെന്ന് അംഗീകരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് മതി എന്ന് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ആയ ഒരു പ്രൊഡക്റ്റാണ്. ഒരാളുടെ അഭിപ്രായം നോക്കണമെന്നില്ല, എത്ര പേരുടെ അഭിപ്രായം നോക്കിയാലും ഈ ഒരു ഫോൺ അഫോർഡബിൾ ആയ വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണായിട്ട് തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗുണങ്ങൾ മാത്രമുള്ള ഒരു ഫോണായിട്ടാണ് ഈ ഫോൺ കാണുന്നത് അല്ലേ? പക്ഷെ അങ്ങനെയല്ല. അതിന് കുറച്ച് മൈനസ് പോയിന്റുകൾ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഒന്നാമത്തെ മൈനസ് പോയിന്റായിട്ട് എനിക്ക് തോന്നിയത് ഫാസ്റ്റ് ചാർജിങ് ഇല്ല. മാത്രമല്ല മൈക്രോ USB പോർട്ടാണ്, ടൈപ്പ് C പോർട്ട് വരുന്നില്ല. ഇപ്പോഴത്തെ ഫോണുകളൊക്കെ ടൈപ്പ് C പോർട്ടിലാണ് വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന Redmi Note 7 ഒക്കെ വരാൻ പോകുന്നത് ടൈപ്പ് C പോർട്ടിൽ തന്നെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ടൈപ്പ് C പോർട്ടിലെങ്കിലും ഫാസ്റ്റ് ചാർജിങ് തന്നെയെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ കാര്യമായിരുന്നു. കാരണം ഈ ഇറങ്ങിയ M20 സാംസങ്ങിൻ്റെ M20 വരെ കുറച്ച് ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്ത നോർമൽ ചാർജ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒപ്പം ഇതിന് മൈക്രോ USB പോർട്ടുകളോ ടൈപ്പ് C പോർട്ടൊന്നുമില്ല. അതിൻ്റെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ തിരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ 4GB റാമേ ഉള്ളൂ എന്നുള്ളത് മറിച്ച് ചിന്തിക്കാം. ഈ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസറും AMOLED ഡിസ്പ്ലേ ഒന്നും വലിയ കാര്യമല്ലാതെ ചിന്തിക്കുന്നവർക്ക്, അതത്ര വലിയൊരു സംഭവമായിട്ട് തോന്നാത്ത ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും 4GB റാം ഒരു ഇഷ്യൂ ആയിട്ട് വരും. കാരണം 4GB റാമൊക്കെ നമുക്ക് 13,000-14,000 രൂപയ്ക്ക് കിട്ടും. അവിടെ കിട്ടുന്ന ആ ഫോണുകളുടെ പല ഫോണുകളുടെയും 6GB റാം വേരിയന്റ് 17,000 രൂപയ്ക്ക് കിട്ടാനുണ്ട്. അപ്പോൾ 6GB റാം കിട്ടുന്നിടത്താണ് 4GB റാം കിട്ടുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ന്യൂനത തോന്നാം. പക്ഷേ എങ്കിലും ഈ ഫോണിനെ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൊതുവെ റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ ഒറ്റ നോട്ടത്തിൽ ഇത്രയും നല്ല ഡിസ്പ്ലേയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസറൊക്കെ അടക്കം ഈ പറയുന്ന നല്ല ക്യാമറ സെറ്റപ്പിൽ നല്ല പെർഫോമൻസിൽ ഈ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടൊക്കെ ഉള്ള സംവിധാനത്തിൻ്റെ ഒപ്പം 4GB റാം എന്ന് പറയുന്ന സഫീഷ്യൻ്റ് ആയ റാം വരുന്നത് കൊണ്ട് ഈ ഫോണിന് ഒരു നല്ല വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും അതൊരു വാല്യൂ ഫോർ മണി ആയ ഒരു ഫോൺ ആയിരിക്കും ഈ ഒരു പ്രൈസിൽ വന്നാലെന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫോൺ എന്തുകൊണ്ടാണ് ഈ പ്രൈസിൽ വാല്യൂ ഫോർ മണി 4GB റാമേ ഉള്ളൂ എങ്കിലും ഈ ഫോൺ വാല്യൂ ഫോർ മണി ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയിലൂടെ തന്നെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 12-ാം തീയതിയാണ്. 12 PM ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആണ്. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. കുറേ ഓഫറുകളൊക്കെ പറയുന്നുണ്ട്. ഓഫറുകളൊക്കെ ഫ്ലിപ്കാർട്ടിന്റെ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓഫറുകളൊക്കെ നോക്കി നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിക്കാം.
എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണാണ് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നല്ല വാല്യൂ ഫോർ മണി ആയ ഫോണാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ വാല്യൂ ഫോർ മണി ആവുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഒപ്പം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഭാരപ്രദമായ മറ്റു വീഡിയോ കണ്ടുമുട്ടാം.